മണി പ്ലാന്റിനെ എങ്ങനെ ഹെൽത്തി ആയിട്ടും ബുഷി ആയിട്ടും വളർത്തിയെടുക്കാമെന്നും അതുപോലെ കുറച്ച് ഈസി ആയിട്ടുള്ള ഡിഫറെൻറ്റ് പോട്ടിംഗ് സ്റ്റൈൽസ് കൊണ്ട് നമ്മുടെ മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസിനെ എങ്ങനെ സ്റ്റൈലിഷ് ആക്കാം എന്നുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ജസ്റ്റ് ഒരു കെച്ചപ്പിൻ്റെ ബോട്ടിലാണ്. അതിനകത്ത് ജസ്റ്റ് വൂളൻ ത്രെഡ്സ് ഒക്കെ റാപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ബീഡ്സ് ഒക്കെ വെച്ച് നിങ്ങളുടേതായ ആർട്ടിസ്റ്റിക് വേയിൽ അതിനെ ഒന്ന് സ്റ്റൈലിഷ് ആക്കി എടുക്കാം. ഇനി നമുക്ക് കുട്ടികൾക്കും കൂടെ ഒരു ചാൻസ് കൊടുക്കാം ബോട്ടിൽസ് ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. അവർ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കി തരും നമ്മുടെ ബോട്ടിൽസൊക്കെ. പ്രത്യേകിച്ച് ഒരു ഗ്ലിറ്റർ ടൈപ്പ് സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ ഇത് വിൻഡോ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. സൺലൈറ്റ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ ബോട്ടിൽസൊക്കെ കാണാനായിട്ട്. ഈവൻ സെറാമിക് മഗ്ഗിൽ പോലും നമുക്ക് പോത്തോസിനെ വളർത്തിയെടുക്കാം. അപ്പോൾ ലെങ്തി ആയിട്ട് വരുന്ന ലീവ്സ് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. ഒരു ഗ്ലാസിൻ്റെ മുകളിൽ വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കുക. ദെൻ നമ്മൾ കുറച്ച് സീക്വൻസോ ബീഡ്സോ അതിലേക്ക് ഗ്ലൂ ചെയ്യുക. ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ബീഡ്സ് ഈവൻ പൊട്ടിയൊരു മാലയുടെ ബീഡ്സ് മാത്രമാണ്. എൻ്റെ മോൾക്ക് റീസെൻ്റ്ലി കിട്ടിയ ഒരു ഗിഫ്റ്റാണിത്. ഇതൊരു ചെറിയ മാഗ്നറ്റിക് പോട്ടാണ്. വളരെ ക്യൂട്ടാണ് കേട്ടോ ഇതിനെ കാണാൻ തന്നെ. ഇതിനകത്ത് നമ്മുടെ പോത്തോസൊക്കെ സെറ്റ് ചെയ്യാൻ സൂപ്പറാണ്. അതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ പുറത്ത് ഒട്ടിച്ചു വെക്കാനും നല്ലൊരു പോട്ട് തന്നെയാണിത്. ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ബാക്ക് സൈഡിൽ മാഗ്നറ്റാണ് വരുന്നത്. അതുപോലെ പെബിൾസ് ഒക്കെ ഫില്ല് ചെയ്ത് ഈ പോട്ടിനെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കിയെടുക്കാം. ഭരണിക്കകത്ത് പോത്തോസ് ഇടുന്നത് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നൊരു മെത്തേഡാണ്. പല വെറൈറ്റിയിൽ നമുക്ക് ഭരണി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ ഞാൻ നട്ടിരിക്കുന്നത് ഗോൾഡൻ പോത്തോസ് ആണ്. ഇത് നമ്മുടെ ഇൻഡോറിൽ വെക്കാൻ വളരെ മനോഹരമായ ഒരു പ്ലാന്റ് ആണ്. ഇതും ഒരു പോത്തോസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അറിയത്തില്ല. നല്ല വലിയ ഇലകളുള്ള ഈ പോത്തോസ് എങ്ങനെ എനിക്ക് ലഭിച്ചു എന്നുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്ന പോട്ട് സെൽഫ് വാട്ടറിംഗ് പോട്ടാണ്. അതുകൊണ്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് ഇൻഡോറിൽ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇലകൾ കംപ്ലീറ്റ്ലി ഗ്രീൻ ആയിട്ടുള്ള ഈ പോത്തോസിനെ ജെയ്ഡ് പോത്തോസ് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ കിട്ടിയ വേറൊരു തൈയാണ് ഈ കൊച്ചു ഇലകളുള്ള ജെയ്ഡ് പോത്തോസ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു വാട്ടർ ബോട്ടിലാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ഗോൾഡൻ പോത്തോസിൻ്റെ വലിയ ഇലകളാണ്. നല്ല അട്രാക്റ്റീവ് അല്ലേ ഇതിനെ കാണാനായിട്ട്. ഇത് ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തൊരു ബോട്ടിലിൽ ആക്കി വെച്ചിരിക്കുകയാണ്. സോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സ് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തോസിനെ ജസ്റ്റ് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നട്ടുകൊടുക്കുക. ഇലകൾക്ക് പ്രോപ്പർ വെളിച്ചവും വെള്ളവും കിട്ടുന്നുണ്ടെങ്കിൽ ഇലകളെല്ലാം മെച്ചുവേർഡ് ആകും തോറും ഇലകളുടെ സൈസ് വലുതായിക്കൊണ്ടേയിരിക്കും. ഇതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യത്തിന് ഇലകൾ പ്രൊപ്പഗേഷന് വേണ്ടി കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പോത്തോസിനെ എങ്ങനെ ബുഷിയും അതുപോലെ തന്നെ ഫ്ലഫി ആക്കി മാറ്റിയെടുക്കാമെന്നത് നോക്കാം. അതിനു വേണ്ടി നമ്മൾ കുറച്ച് നീളത്തിൽ പോത്തോസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ഞാനൊരു ട്രെയിലാണ് പോത്തോസ് നടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇലകൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പോട്ടിൻ്റെ സൈസ് അനുസരിച്ച് ഇലകൾ എടുക്കുക. ഒരു മീഡിയം സൈസ് പോട്ടാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു 10 ഇലകൾ ആവശ്യമേ വരുന്നുള്ളൂ. അതുപോലെ വലിയ പോട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലീവ്സ് നട്ടുകൊടുക്കാം. ഓരോ ഇലയും ഓരോ തൈകളായിട്ട് കിളിച്ച് വരും. ഇതിൻ്റെ കട്ടിങ്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ സ്റ്റെമ്മ് നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഓരോ നോട്ട്സും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓരോ നോട്ട്സിൽ നിന്നും ഏരിയൽ റൂട്ട് വരുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ജസ്റ്റ് നോഡ് മാത്രം കട്ട് ചെയ്തെടുക്കാം. ഓരോ നോഡിൽ നിന്നും ഏരിയൽ റൂട്ട് നമുക്ക് കാണാം. നമ്മൾ ഒരു പ്ലാന്റ് കട്ട് ചെയ്യുമ്പോൾ ഈ കട്ടിങ്സിൻ്റെയൊക്കെ ഇമോഷൻ എന്ന് ആക്ച്വലി പറയുന്നത് എത്രയും പെട്ടെന്ന് എന്നെ സോയിലിലേക്ക് നടുവോ എന്നതാണ്. അപ്പോൾ ഈ കട്ടിങ്സ് ഒക്കെ ഇനിഷ്യൽ ഡേയ്സിൽ അതിൻ്റെ എനർജി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയും റൂട്ട്സ് ഇറക്കാൻ വേണ്ടിയാണ്. സോ സോയിലിൽ നടുമ്പോൾ ഒരു 7 to 10 ഡേയ്സിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ ഫീഡർ റൂട്ട്സ് ഇറങ്ങും. നമ്മളിപ്പോൾ കുറച്ച് ലീവ്സ് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് നട്ടുകൊടുക്കാം. അതിനു മുൻപ് ഏരിയൽ റൂട്ട്സ് ലെങ്തി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കൊച്ചു റൂട്ട്സ് മതി നമുക്ക് ഒരു തൈയായിട്ട് കിളിച്ചു വരാൻ വേണ്ടി. കുറച്ച് മണ്ണും മണലും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തതാണിത്. ഇതിലേക്ക് നമുക്ക് ഓരോ ഇലകളും നട്ടുകൊടുക്കാം. അപ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റുക. അതിനുശേഷം ഓരോ ഇലകളും നടുക. വീണ്ടും നമ്മൾ മണ്ണ് മാറ്റി ഇലകൾ നട്ടുകൊടുക്കുക. അങ്ങനെ ഓരോ വരികളായിട്ട് ഇലകളെല്ലാം ട്രെയിൽ നട്ടുകൊടുക്കേണ്ടതാണ്. ഫൈനലി നമ്മൾ ഇലകളെല്ലാം നട്ടിരിക്കുകയാണ്. ഇതൊരു വാട്ടർഫോൾ മോഡൽ ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൗളിനകത്ത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് നാൾ മുൻപ് ഒരു ബൗൾ ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്.
വെറും 8 ഇലകൾ മാത്രമാണ് ഞാൻ ഈ ബൗളിൽ നട്ടത്. ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ബൗളിൽ നിറച്ചും ഇലകൾ കിളിച്ചു വന്നു. നല്ലൊരു ബുഷി ഫീലും വന്നിട്ടുണ്ട്. കുറച്ച് ഇലകളൊക്കെ അൺഈവനായിട്ട് കിളിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ആ ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും പ്രൊപ്പഗേഷന് വേണ്ടി മാറ്റാവുന്നതാണ്. വെള്ളത്തിലിട്ടും പോത്തോസിൻ്റെ റൂട്ട് ഇറക്കിയിട്ട് അത് നമ്മൾ സോയിൽ നടുന്നൊരു മെത്തേഡ് കൊണ്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം 2-3 ദിവസം കൂടുമ്പോൾ മാറ്റില്ലെങ്കിൽ ഇതുപോലെ അഴുകിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നാൽ സോയിലിൽ നടുന്ന പോത്തോസിന് ഇത്രയും കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓവർ വാട്ടറിങ് ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പോത്തോസ് നല്ല രീതിയിൽ കിളിച്ചു വരികയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ തോട്ട്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.